ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ദേവസ്വം ബോർഡിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുകയാണ് കോടതി. ഏറ്റവും ഒടുവിൽ ഈ ഹൈക്കോടതി ഉത്തരവിന്റെ ബോധപൂർവമായ ലംഘനമാണ് ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ്. ഐസൺ ജോസ് തുടരുകയാണ്. ഐസൺ, വളരെ ഗുരുതരമായ നിരീക്ഷണങ്ങളിലേക്ക് കോടതി കടക്കുകയാണ്. അതായത് കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത് എന്ന് അടിവരയിട്ട് പറയുകയാണ് ഈ ഘട്ടത്തിൽ ഹൈക്കോടതി. ഇത് വളരെ ഗുരുതരമായ നിരീക്ഷണമാണ്. ഒരുപക്ഷെ ഈ ബോർഡ് അംഗങ്ങൾ മുഴുവൻ രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഈ നിമിഷം എത്തുകയല്ലേ ഐസൺ? ബോർഡ് അംഗങ്ങൾ രാജിവെക്കുകയോ അല്ലെങ്കിൽ ബോർഡ് അംഗങ്ങളെ അടിയന്തരമായി ബോർഡ് തന്നെ പിരിച്ചുവിടുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. കൃത്യമായും ഹൈക്കോടതി ബോർഡ് അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു ഹൈക്കോടതി വിധി ലംഘിച്ചിരിക്കുന്നു, ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചിരിക്കുന്നു, കോടതി അലക്ഷ്യം വരുത്തിയിരിക്കുന്നു എന്ന് തന്നെ കൃത്യമായി കോടതി കണ്ടെത്തിയിരിക്കുന്നു. അത് പറഞ്ഞിരിക്കുന്നു. അത് അടിയന്തര സാഹചര്യം കെട്ടിച്ചമച്ചു. നമുക്കറിയാവുന്നതാണ്, ഹൈക്കോടതി വിധിയിൽ രണ്ട് പ്രധാന ഘടകങ്ങളാണുള്ളത്. ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണർ അവിടെയുണ്ട്, അതായത് ജില്ലാ ജഡ്ജിയുണ്ട്. ജില്ലാ ജഡ്ജിയെ അറിയിക്കാതെ കൊണ്ടുപോയി ഗുരുതരമായ ചട്ടലംഘനമാണ്, അതൊരു വീഴ്ച തന്നെയാണ്. ആ വീഴ്ച ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു ഗുരുതരമായൊരു വീഴ്ചയാണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ അത് ചെയ്യേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഈ രണ്ട് നിർദ്ദേശങ്ങളും കൃത്യമായും ഈ സ്വർണ്ണപ്പാളി കടത്തിയ വിഷയത്തിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ആ ലംഘിക്കപ്പെട്ടതിനെ കൃത്യമായും ബോർഡ് അംഗങ്ങൾ ഉത്തരവാദിയായിരിക്കുന്നു. ബോർഡ് അംഗങ്ങളുടെ മുന്നിലൂടെ ഇത് എടുത്തുകൊണ്ട് പോയ സാഹചര്യങ്ങളുണ്ടായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായും ബോർഡ് അംഗങ്ങൾ ഹൈക്കോടതി വിധി ലംഘിച്ചിരിക്കുന്നു, ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചിരിക്കുന്നു, ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുക എന്ന ഉത്തരവാദിത്വം ലംഘിച്ചിരിക്കുന്നു. ഈ രണ്ട് നിർദ്ദേശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഇത് രണ്ടും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വരുമ്പോൾ കൃത്യമായൊരു കോടതി ലക്ഷ്യം ഇന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതീവ ഗൗരവമുള്ളൊരു വാർത്ത. ആ കോടതി ലക്ഷ്യം കണ്ടെത്തിയത് സ്വാഭാവികമായും ഈ പ്രശ്നമാണുള്ളത്. അതായത് ഇനി കോടതി ലക്ഷ്യം നടത്തിയ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കർശന നിർദ്ദേശങ്ങൾ പ്രകാരം പ്രവർത്തിക്കുന്ന ശബരിമലയിലെ ബോർഡിൻ്റെ കോടതി ലക്ഷ്യം കാണിച്ച അവർ ഇനി അധികാരത്തിൽ തുടരുന്നത് ഒരു തരത്തിലും നിയമാനുസൃതമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ബോർഡ് രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ബോർഡിനെ പിരിച്ചുവിടേണ്ടി തന്നെ വരുന്ന ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് കെട്ടിച്ചമച്ചു. അതായത് നേരത്തെ പറഞ്ഞ രേഖകളില്ല, അല്ലെങ്കിൽ രേഖകൾ സമർപ്പിക്കുന്നതിലൂടെയൊക്കെ പരിഹരിക്കാവുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അതിനൊരു മറുപടി നൽകാൻ സാധിക്കുമെങ്കിൽ മനഃപൂർവ്വം ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചു എന്ന കോടതിയുടെ കണ്ടെത്തലും അതുപോലെ തന്നെ അടിയന്തര സാഹചര്യം കെട്ടിച്ചമച്ചു, അതൊരു വസ്തുത തന്നെയാണ്, നമുക്കറിയാവുന്നതുമാണ്. അത്തരത്തിൽ അടിയന്തര സാഹചര്യം കെട്ടിച്ചമച്ചു എന്ന ഇന്നത്തെ നിരീക്ഷണവും നേരത്തെ നടത്തിയ ഹൈക്കോടതി വിധി, അതായത് തുടർച്ചയായി പോറ്റിയെ തന്നെ ഇക്കാര്യം ഏൽപ്പിച്ച് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ ശ്രമിച്ചു എന്ന ഒരു നിർദ്ദേശവും ചേർത്ത് വായിക്കുമ്പോൾ ഈ കള്ളത്തരത്തിൽ അല്ലെങ്കിൽ ഈ കൊള്ളയിൽ വലിയൊരു ഇടപെടൽ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ അത് മനഃപൂർവ്വമുള്ള ഒരു നെഗ്ലിജൻസ്, വരുത്തിവെച്ച അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കൃത്യമായ ഇടപെടൽ അല്ലെങ്കിൽ ഒരു അഴിമതിയുടെ ഭാഗമായി തന്നെ ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ബോർഡ് ഇനി തുടരുന്നത് ഈ കോടതി ലക്ഷ്യം കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു നിഗമനത്തിൽ കോടതി പറഞ്ഞൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിർദ്ദേശം ലംഘിച്ചു കോടതി ലക്ഷ്യം എന്ന് പറഞ്ഞ നിലയ്ക്ക് തീർച്ചയായും അത് കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിയമാനുസൃതമായി പ്രവർത്തിക്കേണ്ട സംവിധാനം ആ സംവിധാനത്തിൻ്റെ നിർദ്ദേശം ലംഘിച്ചു എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബോർഡ് രാജിവെക്കുകയോ ബോർഡിനെതിരെ പിരിച്ചുവിടൽ നടപടിയോ എടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഒപ്പം ഐസൺ, ഹൈക്കോടതി മറ്റൊരു കാര്യം ചോദിച്ചിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം പോറ്റി ഒരു വ്യവസ്ഥയില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ എന്തടിസ്ഥാനത്തിലാണ് വിശ്വാസത്തിലെടുത്തത് എന്ന ചോദ്യം കൂടി ദേവസ്വം ബോർഡിന് മുമ്പാകെ കോടതി ചോദിക്കുന്നുണ്ട് ഐസൺ. തീർച്ചയായും പോറ്റിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പോറ്റി ഇത്തരത്തിൽ ഇത് കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അത് പല സമയങ്ങളിൽ അത് കൃത്യമായൊരു സമയം കൃത്യമായി പാലിച്ചുകൊണ്ടല്ല. മാത്രമല്ല ഇത്തരത്തിലുള്ള ഇപ്പോൾ അറസ്റ്റിലായ നിരവധി പേരെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവർ ചെയ്ത ഓരോ കുറ്റകൃത്യങ്ങളുണ്ട്. അതായത് ചെമ്പുപാളി അടർത്തിയെടുക്കുന്നതിന് അതായത് സ്വർണം ക്ലാഡ് ചെയ്ത പാളികൾ അടർത്തിയെടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്നതിന് പകരം ചെമ്പുപാളി കൊണ്ടുപോകുന്നതിന് എന്നൊക്കെ എഴുതി വെച്ച് തന്ത്രപരമായി കുറ്റകൃത്യം ചെയ്യുന്ന, ഭാഷയുടെ വൈവിധ്യം ഉപയോഗിച്ച് കുറ്റകൃത്യം ചെയ്യുന്ന വലിയൊരു നീക്കമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നമ്മൾ നേരിട്ട് കണ്ടത്. അത്തരത്തിലുള്ള വിവിധങ്ങളായ ഈ പ്രയോഗങ്ങളിലൂടെ ഉത്തരവുകളിലെ വ്യക്തത കുറവ് വരുത്തി കൃത്യമായൊരു മോഷണം നടത്താനുള്ളൊരു നീക്കം തന്നെയാണ് നടത്തിയത്. ആ നീക്കം നടത്തിയത് തീർച്ചയായും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവിടെ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നന്നാക്കണമെന്ന് പറയുന്ന ആ ഉത്തരവാദിത്വം സാധിച്ചില്ല. മാത്രമല്ല സ്വർണം പൂശാനുള്ള, ഗോൾഡ് ക്ലാഡിംഗ് ആണെങ്കിൽ സ്വർണം പൊതിയലും പൂശലും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നേരത്തെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതുമാണ്. സ്വർണം
പൊതിയാനുള്ള നിർദ്ദേശം എന്നതിന് പകരം സ്വർണം പൂശാനുള്ള എന്നാക്കി മാറ്റിയത് ഉൾപ്പെടെ സംശയത്തിൻ്റെ നിഴലിലാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ കോടതി പരാമർശിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, കൃത്യമായും കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിരീക്ഷണം ബോർഡിൻ്റെ വീഴ്ചയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നു. ബോർഡ് ഈ ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു, അനാവശ്യമായ ധൃതി ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം മനഃപൂർവ്വം ഒരു കാര്യം കെട്ടിച്ചമച്ചു എന്ന് തന്നെ കോടതി പറയുമ്പോൾ, കെട്ടിച്ചമയ്ക്കുക എന്ന് പറയുമ്പോൾ ഇല്ലാത്തത് സൃഷ്ടിച്ചെടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ആ കേടുപാടുകൾ, അതായത് നാണയമെറിഞ്ഞൊക്കെ കേടുപാടുകൾ പറ്റി എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത്തരത്തിലുള്ള കേടുപാടുകൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നുവരെ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. എന്ത് തന്നെയായാലും ബോർഡിനെ ഇക്കാര്യത്തിൽ ഒരു ഇറസ്പോൺസിബിളായ നിലപാട്, അല്ലെങ്കിൽ ഞങ്ങളതിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നൊന്നും പറയാവുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ബോർഡിന് വീഴ്ച പറ്റി, ബോർഡ് അംഗങ്ങൾക്ക് വീഴ്ച പറ്റി, ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിൽ ഗുരുതര വീഴ്ച പറ്റി എന്നത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ്. ബോർഡ് അംഗങ്ങൾ രാജിവെക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുകയോ ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കോടതി മറ്റു ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നു. സ്വർണ്ണപ്പാളികളുടെ അളവെടുക്കാൻ ചില ആളുകളെ പോറ്റി അവിടെ നിയോഗിച്ചു. കീഴ്ശാന്തിമാരുടെ സഹായത്തോടു കൂടിയാണ് ഈ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി അളവെടുത്തത്. അതും നട തുറന്നിരുന്ന സമയത്താണ് ഈ അളവെടുപ്പ് നടന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊരു ആചാര ലംഘനം കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അകത്തിരിക്കുന്ന പ്രധാന ശ്രീകോവിലിലെ പ്രധാനപ്പെട്ട മൂർത്തിയുടെ അതേ ചൈതന്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ചൈതന്യം ഈ ദ്വാരപാലക ശില്പങ്ങളിലും ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് തന്ത്രമറിയാവുന്ന ആളുകൾ ആ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കാറുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു ആചാര ലംഘനം കൂടി അവിടെ നടന്നു എന്ന കാര്യം കൂടിയാണല്ലോ ഐസനി ഈ ഘട്ടത്തിൽ ഹൈക്കോടതി ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഈ നട തുറന്നിരിക്കുന്ന സമയത്ത് ഈ കീഴ്ശാന്തിമാരുടെ സഹായത്തോടു കൂടി ഈ സ്വർണ്ണപ്പാളികളുടെ അളവുകൾ എടുക്കുവാനും അവിടെ അനുമതി ദേവസ്വം ബോർഡ് കൊടുത്തു എന്നതാണ്. തീർച്ചയായും ആചാരലംഘനം നടന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആചാരലംഘനം നടന്നു. അത് പലതരത്തിൽ അളവുകൾ എടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്, മറ്റൊരാളെ കൊണ്ടുവന്നത്, അതൊക്കെ തന്നെ ഏത് രീതിയിലാണ് അതിൻ്റെ ആചാരങ്ങൾ, അത് സംബന്ധിച്ച ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്രിയകൾ നടന്നിരുന്നോ, ഇതെല്ലാം തന്നെ വലിയ വിഷയങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ആചാരലംഘനം എന്ന സൂചന തന്നെയാണ് വരുന്നത്. മറ്റൊരു സുപ്രധാന നിരീക്ഷണം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായി പുറത്തു വന്നിരിക്കുന്നത്, അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നോ എന്ന് അന്വേഷിക്കണമെന്നാണ്. തീർച്ചയായും ദയവായി തുടരും. ഇപ്പോൾ രേഷ്മ ബാബു കൂടി ചേരുകയാണ്. കാരണം രേഷ്മ, ഇത് ഹൈക്കോടതിക്കകത്തിരുന്ന് തത്സമയം ഈ ദേവസ്വം ബോർഡിനെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്ന കോടതിയുടെ നിരീക്ഷണങ്ങൾ നേരിട്ട് കേൾക്കുകയായിരുന്നു. ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് രേഷ്മ എത്തിയിട്ടുണ്ട്. രേഷ്മ, നമുക്ക് രേഷ്മ നൽകുന്ന അപ്ഡേറ്റ്സ് ഇവിടെ ഐസൺ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും വലിയ വിമർശനം ഒരിക്കൽ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഇതിലേറ്റവും ഗൗരവമായി കാണേണ്ടത് ഹൈക്കോടതിയുടെ ഉത്തരവുകൾ, അതായത് കോടതി ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെയും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയിലെയും സ്വർണ്ണങ്ങൾ നീക്കിയത്. അത് ഹൈക്കോടതി ഉത്തരവിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്ന് കോടതി തുറന്നടിക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇടക്കാല ഉത്തരവിനകത്ത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? രേഷ്മ, പറയൂ. ഗൗതം, ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു. പക്ഷേ ഇടക്കാല ഉത്തരവ് കൃത്യമായിട്ട് അതിൽ ഓൺലൈനായിട്ട് മാധ്യമങ്ങൾക്കടക്കം കയറാൻ പറ്റിയ ഇടക്കാല ഉത്തരവിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളും വിമർശനങ്ങളുമാണ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അതിലേതോ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്, നട തുറന്ന സമയത്ത് ഈ പ്രധാന ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ പാളിയുടെ അളവെടുക്കാനായിട്ടുള്ള നടപടികൾക്ക് അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ നൽകി എന്നുള്ളത്. അത് വലിയ രീതിയിലുള്ള ഒരു ആചാര ലംഘനം എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കാനായിട്ട്, വാതിലിൻ്റെ സ്വർണ്ണപ്പാളിയുടെ അളവെടുക്കാനായിട്ട് നന്ദൻ എന്ന ആശാരിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ചത്. കീഴ്ശാന്തിമാരുടെ സഹായത്തോടു കൂടി സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി അളവെടുത്തു. ഇത് നട തുറന്നിരുന്ന സമയത്ത് തന്നെയാണെന്നാണ് ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിൽ പ്രത്യേക സംഘം ഹൈക്കോടതി അറിയിച്ചത്. ഇത് നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ചെന്നൈയിൽ പോയ സമയത്ത്, അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ച സമയത്ത് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ എത്തിയിരുന്നു. ആ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്നുള്ളൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. ഇതടക്കം പരിശോധിച്ച് അതിൻ്റെ വ്യക്തത വരുത്തണമെന്നുകൂടി SIT സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സുകളിൽ വലിയ രീതിയിൽ ക്രമരഹിതമായിട്ടുള്ള കാര്യങ്ങൾ, അതായത്
ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ഇത്തവണത്തെ സെപ്റ്റംബർ മാസമാണ്, 2025 സെപ്റ്റംബർ മാസമാണ് ഈ ദ്വാരപാലക പാളി ചെന്നൈയിലേക്ക് രാത്രി കടത്തിയത്. ആ സമയത്തെ ഒരു വിശദാംശങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൻ്റെ രേഖകളിൽ വ്യക്തമാക്കിയിട്ടില്ല. അതായത് ഈ ജൂലൈ മാസം വരെയുള്ള മിനിറ്റ്സ് രേഖകളുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടുള്ള ഒരു രേഖപ്പെടുത്തലുകളും ഈ മിനിറ്റ്സ് ബുക്കിലില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്രമക്കേട്, അത് ഗുരുതരമായിട്ടുള്ള വിഷയമെന്നാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ച്. രേഷ്മ, വളരെ ഗുരുതരമായ ചില നിരീക്ഷണങ്ങൾ ഈ ഉത്തരവിനകത്ത് കോടതി നടത്തിയിരിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തികൾ ബോർഡിന്റെ മാനുവലിനും ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്കും എതിരാണ് എന്ന് പറയുമ്പോൾ അത് വലിയ വിമർശനം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഗൗതം, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ദേവസ്വം മാനുവൽ പ്രകാരം, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾ പ്രകാരം ശബരിമലയിൽ എന്ത് വിധത്തിലുള്ള അറ്റകുറ്റപ്പണിയാണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് മുൻകൂറായി ഉള്ള അനുമതി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തേടേണ്ടതുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ 2025 സെപ്റ്റംബറിൽ ഈ ദ്വാരപാലക പാളികൾ രാത്രിയിൽ കടത്തിയ സമയത്ത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിരുന്നില്ല. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ അനുമതി തേടിയതുമില്ല. ഇതൊക്കെ തന്നെ ദേവസ്വം മാനുവലിന്റെ ലംഘനമാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് ബോധപൂർവം ലംഘിക്കാനായിട്ടുള്ള ശ്രമം, അല്ലെങ്കിൽ ബോധപൂർവം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധികൃതർ ലംഘിച്ചു എന്നുള്ള കണ്ടെത്തലും ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ 2025 സെപ്റ്റംബർ മാസമാണ് ഈ ദ്വാരപാലക പാളികൾ കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. ആ സമയത്ത് മിനിറ്റ്സ് ബുക്കിൽ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസം ശബരിമലയിൽ. സുരേഷ്മ, ഇതിൽ ഈ ആചാര ലംഘനം എന്ന ഒരു വിഷയം കൂടി ഹൈക്കോടതി പരാമർശിച്ച് പോകുന്നുണ്ട്. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും അതോടൊപ്പം തന്നെ ശ്രീകോവിലിന്റെ വാതിലുകളുടെയും പകർപ്പെടുത്തത് ക്ഷേത്രത്തിന്റെ നട തുറന്നിരിക്കുമ്പോഴാണ് എന്ന് പറയുമ്പോൾ അവിടെ ചില ക്രിയകൾ, അതോടൊപ്പം തന്നെ ചില പൂജകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഈ ദ്വാരപാലക ശില്പങ്ങൾ എന്ന് പറയുമ്പോൾ അത് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുടെ ആ ചൈതന്യത്തിൻ്റെ തന്നെ ഭാഗമാകുന്നതാണ് ഈ പുറത്തുള്ള ഉപദേവതകളും അതോടൊപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളുമൊക്കെ. അപ്പോൾ അതിൽ നിന്നും വന്ന് നേരിട്ട് ഇതൊക്കെ ഊരിയെടുത്തങ്ങ് പോകുകയാണ്. ഇതെന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ ഹൈക്കോടതി ചോദിക്കുന്നത്? അതെ ഗൗതം, അതായത് കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ പാലിക്കാതെ ഒരാളെ കൊണ്ടുവരുന്നു, ഒരു സഹായിയെ കൊണ്ടുവരുന്നു, കീഴ്ശാന്തിമാർ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി കൊടുക്കുന്നു, അതിൻ്റെ അളവെടുക്കുന്നു, പിന്നീട് തിരിച്ചു വയ്ക്കുന്നു, ഇതൊക്കെ കൊണ്ടുപോയിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള പകർപ്പെടുക്കുന്നു. ഇത് ആരോട് ചോദിച്ചിട്ട് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശം. അതായത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അറിയുന്നില്ല, രാത്രിയിൽ വന്നിട്ട് ഈ പറയുന്ന നന്ദൻ എന്ന് പറയുന്ന ഒരു ആശാരിയെ നിയോഗിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നു, കീഴ്ശാന്തിമാർ നട തുറന്നിരുന്ന സമയത്ത് ആ വാതിൽ ഇളക്കി കൊടുത്ത് സഹായിച്ച് അതിൻ്റെ അളവ് ഈ നന്ദൻ എന്ന് പറയുന്ന ആശാരി എടുക്കുന്നു, അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ അളവ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്നും തന്നെ ഈ പറയുന്ന ബന്ധപ്പെട്ട കൃത്യമായിട്ട് ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾ അടക്കം അറിയേണ്ടുന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഹൈക്കോടതിയിൽ നിന്ന് ആ അളവെടുക്കുന്നതിനും മറ്റും നേരത്തെ മുൻകൂർ അനുമതി ഒന്നും തന്നെ തേടിയിട്ടില്ല. ഇത് ദേവസ്വം ബോർഡിന്റെ അധികൃതരുടെ അനുമതിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു നിയന്ത്രണത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു എന്നാണ് ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നത്. ഇത് തന്നെയാണ് ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിൽ ഈ പറയുന്ന SIT സംഘം ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആചാര ലംഘനമാണെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും നടന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതായത് ഈ ചെന്നൈയിൽ എത്തിയ സമയത്ത് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിക്കാനായിട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതടക്കം ഹൈക്കോടതി ചോദിക്കുന്നത് ഇതിലൊരു വലിയൊരു അഴിമതി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇനി ഈ സ്വർണ്ണ കവർച്ച കേസ് അഴിമതി നിരോധന നിയമപ്രകാരം കൂടി അതിന്റെ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് SIT സംഘം നീങ്ങേണ്ടതുണ്ട്. കാരണം നേരത്തെ നമ്മൾ ഈ പറയുന്ന 2019, 2020, 2018 കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി ആയിരുന്നു പ്രതിക്കൂട്ടിലെങ്കിൽ ഇത്തവണത്തെ ഭരണസമിതി കൂടി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കാരണം 2025 ഈ സെപ്റ്റംബർ മാസത്തിൽ ദ്വാരപാലക പാളികൾ കടത്തിക്കൊണ്ടുപോയ സമയത്തെ മിനിറ്റ്സ് ബുക്കിൽ രേഖകളിലൊക്കെ തന്നെ കൃത്രിമത്വമാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൃത്യതയില്ലാത്ത രേഖകൾ ദേവസ്വം ബോർഡ് മുന്നോട്ട് കൊണ്ടു, അല്ലെങ്കിൽ അതാണ് കൈവശം വെച്ചിരിക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയും ആസൂത്രണവും മറിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന PS പ്രശാന്ത് പ്രസിഡന്റായിട്ടുള്ള ഇത്തവണത്തെ ഭരണസമിതി കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നുണ്ട്. ഈ ദ്വാരപാലക പാളികൾ കടത്തിക്കൊണ്ട് ഇത്തവണ കൊണ്ടുപോയതിലും വലിയ
രീതിയിൽ, അതായത് ഒരു അടിയന്തര സാഹചര്യം കെട്ടിച്ചമച്ചു എന്നുള്ളൊരു ഫാബ്രിക്കേറ്റഡ് എന്നുള്ളൊരു വാക്കാണ് ഹൈക്കോടതി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരു അടിയന്തരമായിട്ടുള്ളൊരു സാഹചര്യം ശബരിമലയിൽ കെട്ടിച്ചമച്ചത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ്. അത്തരത്തിലൊരു അടിയന്തര സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കടത്തി എന്നുള്ളതാണ്. പിന്നീട് മറ്റൊന്ന്, ഈ ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ പകർപ്പെടുക്കാനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യത്തിനൊത്ത് തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പ്രയത്നിച്ചു, അല്ലെങ്കിൽ പ്രവർത്തികൾ നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് സംശയകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അധികൃതരും ഏർപ്പെട്ടു എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായിട്ട് തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കും അത് തന്നെയാണ് രേഷ്മ. നേരത്തെയും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ മീൻ മാത്രമാണ്. അതായത് ഈ കേസിന്റെ പ്രധാനപ്പെട്ട കണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല എന്ന് വളരെ മുൻപ് തന്നെ, ഈ കേസിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതാണ് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ തന്നെയാണ് ശബരിമല പോലെയുള്ള കേരളത്തിലെ, ഭാരതത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു ക്ഷേത്ര സന്നിധിയിൽ ഇത്തരം ആചാര ലംഘനങ്ങളും സ്വർണ്ണക്കടത്തും നടത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള സ്വഭാവം.